സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ അവർ അദാനും ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ടോ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരു ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും അവർക്ക് അദാനും ഇഖാമത്തും സുന്നത്താണ്. മസ്ജിദിൽ അദാന് അത് വേറെ വിഷയം. അതല്ലാതെയാണ് ഞാൻ പറയുന്നത്. ഒരാൾ യാത്ര പോവുകയാണ്, കുറച്ച് സംഘം ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിന് മുൻപ് അദാനും ഇഖാമത്തും കൊടുക്കുക എന്നത് സുന്നത്താണ്, അവന് കൊടുക്കാവുന്നതാണ്, തെറ്റില്ല. സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ മേൽ അദാനും ഇഖാമത്തും നിർബന്ധമില്ല. അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് അദാന് കൊടുക്കുക ഇഖാമത്ത് കൊടുക്കുക എന്നത് നിർബന്ധമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമോ, അവരൊരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു മസ്ജിദിൽ ഒരു അദാനും ഇഖാമത്തും ഉണ്ടാകുക എന്നത് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളിൽ ആരെങ്കിലും അദാന് കൊടുക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമുണ്ടോ? ഇല്ല. സ്ത്രീകൾ അവർ പുരുഷന്മാരോടൊപ്പമുള്ള സന്ദർഭങ്ങളിലാണ് എങ്കിൽ, പുരുഷന്മാർ കേൾക്കുന്ന സ്ഥലങ്ങളിലാണ് അവർ ഉള്ളത് എങ്കിൽ, ആ സന്ദർഭത്തിൽ അദാന് കൊടുക്കുക എന്നത് എന്താണ് അതിൻ്റെ വിധി? ഹറാമാണ്. എന്താണ് അതിൻ്റെ വിധി? ഹറാമാണ്. പുരുഷന്മാർ കേൾക്കുന്ന സാഹചര്യങ്ങളിൽ, അവർ സന്നിഹിതരാകുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകൾ അദാന് കൊടുക്കുക എന്നത് ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമാണ്? എന്താണ് അതിനുള്ള തെളിവ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഹദീസുകൾ പുരുഷന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ബിലാൽ ഇബ്നു റബാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ, ഇങ്ങനെ പുരുഷന്മാരോടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം കൽപ്പിച്ചത്, സ്ത്രീകളോടല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും പുരുഷന്മാർക്കിടയിൽ വെച്ച് സ്ത്രീകൾ അദാന് കൊടുക്കുകയോ ഇഖാമത്ത് കൊടുക്കുകയോ ചെയ്ത സംഭവം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല, ഒരു തവണ പോലും. അവർ ഉപേക്ഷിച്ചത്, അവരതിൽ ഖൈറുണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീകൾ എന്തായാലും ചെയ്യുമായിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലൗ കാന ഖൈറൻ സബഖൂന ഇലൈഹി, അതിലെന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നു എങ്കിൽ അവർ ചെയ്യുമായിരുന്നു. മൂന്നാമത്തെ കാര്യം, സ്ത്രീകൾക്ക് നിസ്കാരങ്ങളിൽ പോലും ഇമാമിന് അബദ്ധം സംഭവിച്ചാൽ ശബ്ദമുയർത്താൻ അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തസ്ബീഹു ലിർരിജാൽ വത്തസ്ഫീഖു ലിന്നിസാ. ഇമാമിന് അബദ്ധം സംഭവിച്ചാൽ പുരുഷൻ എന്താ ചെയ്യേണ്ടത്? പുരുഷൻ നിസ്കാരത്തിൽ ഇമാം റുക്കൂയിൽ പോകേണ്ടതിന് പകരം സുജൂദിലേക്ക് പോയി എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അത്തസ്ബീഹു ലിർരിജാൽ, പുരുഷന്മാർ അവർക്ക് തസ്ബീഹാണുള്ളത്, സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. വത്തസ്ഫീഖു ലിന്നിസാ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഉയർത്താൻ പാടില്ല. പിന്നെ അവർക്ക് കൈകൊട്ടുക എന്നതാണ് അവർക്കുള്ള നിയമം. നിസ്കാരത്തിനുള്ളിൽ ഇതാണ് കാര്യമെങ്കിൽ അദാനും ഇഖാമത്തും പോലെ ശബ്ദം ഉയർത്തുന്ന ഒരു കാര്യം അവർക്ക് അനുവദിക്കപ്പെടുക എന്നത് ശരിയായ കാര്യമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ ഹദീസിൽ കാണാം, അവർ പറഞ്ഞ വാക്കിൽ കാണാം, കുന്നാ നുസല്ലി വലാ നുഅദ്ദിൻ വകുന്നാ നുസല്ലി വലാ നുഖീം. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അദാന് കൊടുക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇത് ഏത് സന്ദർഭത്തിലാണ്? പുരുഷന്മാർ ഒപ്പമുള്ള, അന്യപുരുഷന്മാർ ഒപ്പമുള്ള, അവർ സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സ്ത്രീകൾ ഒറ്റക്കാണ്, അവർ മാത്രമുള്ള സന്ദർഭമാണ്. അതല്ലെങ്കിൽ അവരുടെ മഹ്റമായ ആളുകൾ, മഹ്റമായ പുരുഷന്മാർ അവരോടൊപ്പമുള്ള സന്ദർഭമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് അദാന് കൊടുക്കുന്നതും ഇഖാമത്ത് കൊടുക്കുന്നതും മുസ്തഹബ്ബാണ്. എന്താണ്? മുസ്തഹബ്ബാണ്, സുന്നത്താണ്, ചെയ്യുന്നതിൽ തെറ്റില്ല. എന്താണ് തെളിവ്? പണ്ഡിതന്മാർ പറഞ്ഞു, സഹാബികൾ പലരുടെയും വാക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ നിസ്കാരത്തിന് മുൻപ് അദാനും ഇഖാമത്തും കൊടുത്തിരുന്നതായി ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു പുരുഷന്മാരില്ലാത്ത സന്ദർഭത്തിലാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഹൽ അലൻ നിസാഇ അദാൻ, സ്ത്രീകൾക്ക് അദാൻ കൊടുക്കാൻ പറ്റുമോ? ഇബ്നു ഉമർ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, അൻഹ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഞാൻ അവരെ തടയുകയോ? ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സ്ത്രീകൾക്ക് അദാൻ കൊടുക്കുന്നത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഏത് സന്ദർഭത്തിലാണ്? പുരുഷന്മാർ
അന്യപുരുഷന്മാർ ശബ്ദം കേൾക്കാത്ത സന്ദർഭങ്ങളിൽ, അപ്പോൾ പുരുഷന്മാരില്ലാത്ത സന്ദർഭങ്ങളിൽ ഒറ്റക്കാവുമ്പോൾ സ്ത്രീകൾക്ക് അദാന് കൊടുക്കാം, ഇഖാമത്ത് കൊടുക്കാം. അത് മുസ്തഹബ്ബാണ്. അവരുടെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ അനുവാദമുണ്ട്. അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.